നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു ലവ് ഓഫർ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്തൊരു റിലേഷൻഷിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആൾ വരുമ്പോൾ ഈ പേഴ്സൻ്റെ ശരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന് മുമ്പ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ചീത്തയായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഒരു പേഴ്സൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ. ചിലർ എൻ്റെ അടുത്ത് റീഡിങ് എടുക്കാറുണ്ട്, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, ഈ പേഴ്സൺ ശരിയാകുമോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പലരുടെയും മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും, ഇത് ശരിയാവുമോ, ഇതല്ലെങ്കിൽ വെറുതെ ദുരുദ്ദേശമാണോ, സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ ഓവറോൾ എനർജി നോക്കും, പിന്നെ അവർ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു ഓവറോൾ ഓറക്കിൾ മെസ്സേജ് നോക്കണം. അപ്പം അതിന് മുമ്പ് 3 കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ള, ബ്ലൂ, റെഡ്, പിങ്ക്. കേട്ടോ, ബ്ലൂ, റെഡ്, പിങ്ക്, ഈ 3 കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. പിന്നെ എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണം എന്നില്ല, റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കരുത്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം റെഡ് സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം ഒരു ഓറക്കിൾ മെസ്സേജ് എടുക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. വരുന്നവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നോക്കാം. കാർഡ് പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്. ഓക്കെ, ഇതാണ് എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ചിലപ്പോൾ മാറേണ്ടി വരും, ഓഫീസ് മാറേണ്ടി വരും. അപ്പം നിങ്ങളുടെ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. എന്ന് വെച്ചാൽ അതൊരു റിലേഷൻഷിപ്പിലും ആകാം അല്ലേ. നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഒരു ഫ്രണ്ടായിട്ടിരുന്ന് അത് പെട്ടെന്ന് ഒരു ലവറായിട്ട് മാറുക, അല്ലെങ്കിൽ നമ്മൾ ഭാര്യയായിട്ട് ഇരുന്നിട്ട് എക്സ് ആയിട്ട് പോവുക, അല്ലെങ്കിൽ ഭർത്താവായിട്ട് ഇരുന്നിട്ട് എക്സ് ഹസ്ബൻഡ് ആവുക. അങ്ങനെ ഒരു പൊസിഷനിൽ വ്യത്യാസം വരുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ മാറാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിലും ആ ഒരു സിറ്റുവേഷനെ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യണം, സിറ്റുവേഷനിലേക്ക് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ഒരാൾ വരാൻ പോകുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് വേണം അതിലേക്ക് എടുത്ത് പോകാനായിട്ട്. എടുത്ത് ചാടരുത്, എല്ലാ സൈഡും ചിന്തിച്ചിട്ട് വേണം ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആളെ ആക്സെപ്റ്റ് ചെയ്യാനോ അയാൾക്ക് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് തീരുമാനിക്കാനോ കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ കിങ് ഓഫ് കപ്സ് ആണ് പറഞ്ഞത്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ്, കെയറിങ്, വളരെ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രാജാവാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അവരുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. അവരുടെ ഓവറോൾ എനർജി എന്താണ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആളുടെ ഓവറോൾ എനർജി എന്താണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആളുടെ ഓവറോൾ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്. നിങ്ങളുടെ ലൈഫിൽ
ലൈഫിലേക്ക് വരുന്നു. ഡിസപ്പോയിൻറ്റഡ് ആണ് പേഴ്സൺ, വളരെ പാസ്റ്റിനെ ഓർത്ത് സങ്കടപ്പെടുന്നവരാണ്. അപ്പോൾ ഇയാൾക്ക്, ഈ സ്ത്രീ ആയാലും പുരുഷനായാലും, ഇവർക്ക് ഓൾറെഡി ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് ഉണ്ട്. അതിൽ അവർ വളരെ ദുഃഖിതരാണ്. ചിലപ്പോൾ അവർ സ്നേഹിച്ചിരുന്ന ആൾ മരിച്ചു പോയിട്ടുണ്ടാവാം, അവരുടെ ലൈഫിലുണ്ടായിരുന്ന ആൾ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും കൈപ്പിഴ കൊണ്ട് ആ റിലേഷൻഷിപ്പ് പോയതായിരിക്കാം. എന്തായാലും ഇവർ ഭയങ്കര സാഡാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇവർ വിട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്ന പറയും, നമ്മളൊരു അത്താണിയായിട്ട് മാറും. ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല, ഇതൊരു റീബൗണ്ട് റിലേഷൻഷിപ്പ് ആവും. അപ്പോൾ അവർക്ക് സങ്കടങ്ങൾ പറയാനുള്ള ഒരാളായിത്തീരും നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോകും. പക്ഷേ അവർ പഴയ റിലേഷൻഷിപ്പിനെ ഓർത്ത് സങ്കടപ്പെടാനും കരയാനുള്ള ഒരു ഷോൾഡറായിട്ട് നിങ്ങൾ മാറും. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് അല്ല വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഓറക്കിൾ മെസ്സേജ് പറഞ്ഞത്, ഇതൊരു നല്ല മനുഷ്യനാണ്, നല്ല സ്ത്രീയാണ് വരുന്നതെങ്കിലും അവർക്കൊരു അത്താണിയാണ് ഇപ്പോൾ ആവശ്യം. അവർ സ്നേഹം കൊണ്ട് വരുന്നതല്ല, ഇത് ലവ് അല്ല, ഇതൊരു സപ്പോർട്ടിന് വേണ്ടി വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇമോഷണലായിട്ട് ഇവിടെ കയറി അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിന് ദുഃഖമാവും പിന്നെ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തോ ഒരു കാര്യത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്, പേഴ്സൺ എന്തോ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സഹതാപം കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ റിലേഷൻഷിപ്പ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇവർ അതിനുള്ള ഒരു മനസ്ഥിതിയിലായിരിക്കില്ല. പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് വേണം ഇതിനകത്തേക്ക് കയറാനെന്ന് പറയുന്നത്. നൈറ്റ് ഓഫ് കപ്സും 6 ഓഫ് പെൻറ്റക്കിൾസ്. 6 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഇവരെപ്പോഴും ഇപ്പോൾ സ്പോഞ്ച് പോലെയാണ്. ഇവർ നിങ്ങളുടെ അടുത്ത് നിന്ന് സപ്പോർട്ട് വലിച്ചെടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഇങ്ങോട്ട് തരാനൊന്നും ഉണ്ടാവില്ല, ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആലോചനയോടെ വരുന്നതാണ്, പക്ഷേ പ്ലാനിങ്ങോട് വരുന്ന ഒരാളാണ്. അപ്പോൾ ഹോളിഡേ റൊമാൻസ് പോലെയാവും. തൽക്കാലത്തേക്ക് ഒരു അത്താണിക്കാണ് വേണ്ടിയാണ് അന്വേഷിക്കുന്നത് ഈ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു, ഇവർ അതിനകത്ത് വർക്ക് ചെയ്തു, വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു. പക്ഷെ അത് പിന്നെ സ്ട്രെസ്സിലേക്ക് പോയി. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിൽ ഒരാളുണ്ടായിരുന്നു, പക്ഷേ ഇവരത് സോൾമേറ്റ് കണക്ഷൻ, ഇവരൊരു ലവ് മാരേജ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇവരുടെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇവർ കമ്മിറ്റഡ് ആയിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ, അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പേഴ്സൺ ഉഴപ്പായിരുന്നു. ആ പേഴ്സണ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ്. എന്ന് വെച്ചാൽ ആരെ അറ്റൻഷൻ കൊടുത്താലും അവരുടെ പുറകെ പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഈ പേഴ്സൻ്റെ പേഴ്സൺ അങ്ങനെ ഒരാളായിട്ടായിരുന്നു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഒപ്പം വർക്ക് ചെയ്യുന്നവരായിരുന്നിരിക്കാം, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരേ ടീമിലുള്ളവർ അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പക്ഷേ അവസാനം ഇവരുടെ പാട് നോക്കിപ്പോയി. അപ്പോൾ ഇപ്പോഴും ഈ പേഴ്സൺ ഇവരോട് ഭയങ്കര സ്നേഹമായതുകൊണ്ടും ഇവരൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു എന്ന് ഇയാളോ ഈ സ്ത്രീയോ വിചാരിച്ചിരുന്നത് കൊണ്ടും ഇപ്പോഴും അവർ ആ റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ്. അപ്പോൾ നിങ്ങൾ വെറും ഒരു ചെവിയായിട്ട് മാറും. അവർക്ക് കഥകൾ പറയാനും സങ്കടപ്പെട്ട് കരയാനും ഒക്കെ ഉള്ള ഒരു സ്റ്റാൻഡായിട്ട് മാറും നിങ്ങൾ. അപ്പോൾ നിങ്ങളോട് റിലേഷൻഷിപ്പിനല്ല അവർ വരുന്നത്, അവർക്ക് സിമ്പതിയാണ് വേണ്ടത് തൽക്കാലത്തേക്ക്. അത് കഴിഞ്ഞ് അവരുടെ സങ്കടം മാറുമ്പോൾ അവരുടെ പാട്ടിന് പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സൂക്ഷിച്ച് പോകണം. കാരണം ഇവിടെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഉണ്ടായിരുന്നത് അവരുടെ ലൈഫിൽ. അപ്പോൾ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോറടിക്കും. ഒരു റിലേഷൻഷിപ്പിൽ ഇവർ എപ്പോഴും എക്സൈറ്റ്മെൻറ്റും അഡ്വഞ്ചറും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് ക്വീൻ ഓഫ് വാൻസ്. അപ്പോൾ ഈ സമയത്ത് ഇവർക്ക് ഡള്ളായ ആൾക്കാർ പറ്റില്ല. എപ്പോഴും എക്സൈറ്റ്മെൻറ്റ്, എപ്പോഴും പാർട്ടി, എപ്പോഴും പുറത്തു പോകും, എപ്പോഴും ഷോപ്പിംഗ്, അങ്ങനത്തെയുള്ളൊരു മൈൻഡാണ്. നല്ല ഡ്രസ്സ് വേണം, അപ്പോഴത്തെ ഫാഷൻ ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ കൂടെയുള്ള ആൾ അത് പ്രൊവൈഡ് ചെയ്യാൻ തക്ക കപ്പാസിറ്റി ഇല്ലാത്ത ആളാകുമ്പോൾ അവർ കപ്പാസിറ്റി ഉള്ള ആളെ അന്വേഷിച്ച് പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ കുറേ കഷ്ടപ്പെട്ടു. അവരുടെ മീൻസ് ഇവരുടെ ആവശ്യങ്ങൾ കൂടി വരും, കുറയില്ല. അപ്പോൾ അതിനനുസരിച്ച് ഈ പേഴ്സൺ ജോലി കൂടി ജോലി എടുക്കാൻ തുടങ്ങും. മനസ്സിലായി? ഭയങ്കര സെൽഫിഷായ ഒരു ക്യാരക്ടറാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നൊരു സ്ട്രെസ്സായിട്ട് മാറി. ഈ പേഴ്സണ് ഇവരുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റാതെ, അതിനനുസരിച്ചുള്ള പണം ഉണ്ടാക്കാൻ പറ്റാതെ വന്നപ്പോൾ അവരെക്കാളും ചെറിയൊരു പ്രായത്തിലുള്ള ഒരാളുടെ കൂടെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പാർട്ട്ണർ ആരുടെ കൂടെ ഒളിച്ചോടി പോവുകയോ ഇയാളെ ഉപേക്ഷിച്ച് പോവുകയോ എന്ത് ചെയ്തതാണ്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോഴും അവരെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത്. അത് സൂക്ഷിച്ച് റിലേഷൻഷിപ്പിലേക്ക് കയറണമെന്ന് ഓറക്കിൾ മെസ്സേജ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കൊണ്ട് ഇവരുടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവർക്ക് അതന്നെ, ഇവർക്ക് പേജ് ഓഫ് കപ്സ്. ഇവരുടെ സങ്കടങ്ങൾ പറയാനൊരു ആള്, ഇവർ പറയുന്നത്, നിങ്ങൾ നല്ലൊരു ലിസണർ ആയിരിക്കാം, നിങ്ങൾ ഭയങ്കര എംപത്തി ഉള്ള ആളായിരിക്കും, സിമ്പത്തി ഉള്ള ഒരാളായിരിക്കും മറ്റുള്ളവരോട്. അപ്പോൾ അവരുടെ ആർദ്രത കേട്ട് അവരെ സഹായിക്കുന്ന ആളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ മിസ്യൂസ് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അവരറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ഇതിനകത്തേക്ക് കുഴിയിലേക്ക് ചാടിച്ചിട്ട് ഇവരുടെ കാര്യത്തിന് പോകും. നിങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. മനസ്സിലായോ? കാരണം അവർക്ക് അത്യാവശ്യം എന്താണ്? ആരെങ്കിലും സംസാരിക്കാൻ ഒരാൾ, പിന്നെ അവരെ സമാധാനിപ്പിക്കാൻ ഒരാൾ, നല്ലൊരു ഫ്രണ്ട്, അത്രയൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് സന്തോഷം പകരം, അവരോട് തമാശ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാനൊക്കെ ഒരാളാണ്. അവർ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അവരെ ആ മൂഡിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളെയാണ് ഇവർ അന്വേഷിക്കുന്നത്. അത് നിങ്ങളാണ്. നിങ്ങൾക്ക് പക്ഷേ ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല, എല്ലാം കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഈ വരുന്ന പേഴ്സൻ്റെ ഉദ്ദേശം, ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് യൂണിവേഴ്സ്? പ്ലീസ് ഒരു ഗൈഡൻസ്. യൂണിവേഴ്സ് ഗൈഡൻസ് ഓറക്കിൾ മെസ്സേജിലൂടെ പറഞ്ഞു. എന്നാലും ഇത് ഞാൻ ഗൈഡൻസ് അല്ല നോക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഔട്ട്കം, ഈ സിറ്റുവേഷനിൽ എന്താണ് വരാൻ പോകുന്നത്. പെട്ടെന്നാണ് ഇത് റിലേഷൻഷിപ്പ് ആളിപ്പിടിക്കും. മനസ്സിലായി? ഈ റിലേഷൻഷിപ്പ് പെട്ടെന്നാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരോട് അട്രാക്ഷൻ ഓൾറെഡി ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇവരോട് അട്രാക്റ്റഡ് ആയിരുന്നിരിക്കാം ഓൾറെഡി. മനസ്സിലായി? ഇവരെ കണ്ട് ഇഷ്ടപ്പെട്ടതായിരിക്കാം. അപ്പോൾ ഇവരുടെ സങ്കടങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഇവരെപ്പോഴും ഭയങ്കര സാഡായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിനൊരു എന്താ പറയുക, നീറ്റൽ. അപ്പോൾ നിങ്ങൾ ചെന്ന് എങ്ങനെയെങ്കിലും ചാൻസ് എടുത്ത് ഇവരോട് സംസാരിക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നാണ് അവർ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവർ ഓക്കെ, ഇവരെ സഹായിക്കണം, ഇവരോട് ഭയങ്കര മനസ്സുകൊണ്ട് ഇവർക്ക് ഭയങ്കര സങ്കടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഇവർക്ക് ഒരു സഹായിക്കണം, ഇവരെ സന്തോഷിപ്പിക്കണം, സമാധാനിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. നിങ്ങൾ ഇവർക്കൊരു ഓഫറുമായിട്ടാണ് പോകുന്നത്. അതിൽ നിങ്ങൾ വിജയിക്കും. റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. പക്ഷേ അത് ഇവിടെ ഏറ്റവും ക്വിക്കായിട്ടുള്ള പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. ഇത് ഒരു വിക്ടറി കാണിക്കുന്നുണ്ട് ഇവിടെ. വിക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സിറ്റുവേഷനാണിത്. അപ്പം നിങ്ങൾക്കിതൊരു വിക്ടറിയാണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഇവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ ഇവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും നിങ്ങൾ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഔട്ട്കം വരാൻ പോകുന്നത്. നിങ്ങൾ പക്ഷേ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ല ഇതിനകത്ത്. മനസ്സിലായി? നിങ്ങൾക്കും താൽക്കാലികമായിട്ടുള്ള ഒരു ഇവരെ കണ്ടു, ഇവരെ സമാധാനിപ്പിക്കണം എന്നൊരു ഉദ്ദേശം, അതിൽ നിങ്ങൾ വിജയിക്കും കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ നോക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്കം വരാൻ പോകുന്നത്. നിങ്ങളും ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ കുഴപ്പമില്ല. പേജ് ഓഫ് പെന്റക്കിൾസ് കാണിക്കും. പേജ് ഓഫ് പെന്റക്കിൾസ് എന്നുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഓഫർ കൊടുക്കാൻ നിങ്ങളപ്പോൾ ഇപ്പോൾ ഇവർക്കൊരു ഓഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഓഫർ ആയിരിക്കാം. അതിൽ നിങ്ങൾ വിക്ടറി കാണും. പക്ഷെ ലോങ് ടേം ഇതിനകത്ത് ഞാൻ നോക്കുന്നില്ല. ഇവിടെ ഒരു ഓറക്കിൾ മെസ്സേജ് സൂക്ഷിച്ച് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഔട്ട്കം നോക്കിയതാണ്. അപ്പോൾ ഇതിനകത്ത് വിക്ടറി കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചറിൽ എന്താവും എന്നല്ല, പൊട്ടൻഷ്യൽ ഔട്ട്കം, ഇതിൻ്റെ എന്താവാം, എന്ത് സംഭവിക്കാമെന്ന് നോക്കിയപ്പോൾ ഇതൊരു വിക്ടറിയാണ്, വിജയം കാണും നിങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇവരിൽ നിന്നൊരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തുടങ്ങാൻ നിങ്ങൾക്ക് പറ്റും. മനസ്സിലായോ? അതാണ് പറയുന്നത്. അതിനാണ് വിക്ടറി വരാൻ പോകുന്നത്. പിന്നെ അത് മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നത് നിങ്ങളുടെ ഫ്രീ വില്ലാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. തുടങ്ങാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ റിലേഷൻഷിപ്പ്. Aries, Leo, Sagittarius, Taurus, Virgo, Capricorn. Aries, Leo, Sagittarius, Cancer, Pisces, Scorpio. Taurus, Virgo, Capricorn. Cancer, Pisces, Scorpio. Cancer, Pisces, Scorpio. Aries, Leo, Sagittarius. Aries, Leo, Sagittarius. Aquarius, Libra, Gemini. Taurus, Virgo, Capricorn. Taurus, Virgo, Capricorn. Gemini. Cancer, Pisces, Scorpio. ഇത്രയാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു സിറ്റുവേഷൻ മാറാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കയറണം എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോകുന്ന ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ്. ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്?
അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളുടെ ഉദ്ദേശം എന്താണെന്നാണ് നമ്മൾ നോക്കിയത് കേട്ടോ. നമ്മൾ ഇത് നോക്കുന്നത് അതാണ്, ആ റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആളുടെ ഉദ്ദേശം എന്താണ്. ഓക്കെ, ഇവിടെ കർമ്മഫലം കാണിക്കുന്നുണ്ട്. പിന്നെ staying calm and composed amidst external forces and challenges, stillness prevail, you are experiencing is focus to. ഓക്കെ, കർമ്മഫലം, നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അത് നല്ലതാവാം ചീത്തയാവാം. എന്ത് കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് കിട്ടുക. നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത കിട്ടും. അങ്ങനെയാണ്, യൂണിവേഴ്സിൻ്റെ ലോ ആണത്. അപ്പോൾ കർമ്മഫലമാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ കർമ്മഫലം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളത് കാമായിട്ടിരിക്കുക. ഇപ്പോൾ ഒരു സ്റ്റിൽനെസ് ആണ്, നിങ്ങൾ ഒന്നും മുമ്പോട്ട് പോകുന്നില്ല. നമുക്ക് നല്ല സമയം ചീത്ത സമയം വരുമ്പോഴത്തേക്കും അതിന് മുമ്പ് ഒരു സ്റ്റിൽനെസ് ഉണ്ടാവും, ഒന്നും അനങ്ങില്ല. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഈ എന്താ പറയുക, സ്പിരിറ്റ്സ് വരുമ്പോൾ ആ സമയത്ത് ഇല അനങ്ങില്ല, ഭയങ്കര സ്റ്റിൽനെസ് ആയിരിക്കും അന്തരീക്ഷത്തിലെന്നാണ് പറയുന്നത്. അപ്പം അതുപോലെയാണ് എല്ലാം. നമ്മൾ ചീത്ത സമയം വരുമ്പോഴും ഒരു എക്സ്പ്ലോഷന് മുമ്പ് ഒരു ഭയങ്കര കാമായിരിക്കും സിറ്റുവേഷൻ, ഭയങ്കര ശാന്തമായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഒരു പൊട്ടിത്തെറി വരിക. അപ്പോൾ അതുപോലെ തന്നെയാണ് നല്ല സമയം വരുന്നതിന് മുമ്പും നമുക്കൊരു ലൈഫിലൊരു ഡൾനെസ് ഉണ്ടാവും, ചീത്ത സമയം വരുന്നതിന് മുമ്പും ഡൾനെസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങളുടെ കർമ്മം അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ വരുന്നത് അതിനെ നിങ്ങൾ വളരെ കാമായിട്ട്, വളരെ എന്ത് തരത്തിലും അതിനോട് എന്താ പറയുക, തരണം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നവരുടെ ഓവറോൾ എനർജി എന്താണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നവരുടെ ഓവറോൾ എനർജി എന്താണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നവരുടെ ഓവറോൾ എനർജി എന്താണ്. ഈ പേഴ്സണും കർമ്മഫലം അനുഭവിക്കുന്ന ഒരാളാണ്. ഇത് കർമ്മഫലത്തിൻ്റെയാണ്, ജഡ്ജ്മെൻറ്റ്. ഒരു കാര്യം നമ്മൾ ചെയ്തു, അതിൻ്റെ സമയമായി, അതിൻ്റെ നമ്മൾ വിത്ത് പാകിയതിൻ്റെ അത് കൊയ്തെടുക്കാനുള്ള സമയമായി. അതാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡാണ് കാണിക്കുന്നത്. സ്കോർപ്പിയോ എനർജിയാണ്, ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്. അതിനനുസരിച്ച് അപ്പോൾ ഈ പേഴ്സൺ ആഗ്രഹിച്ച പോലെയുള്ളൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഈ പേഴ്സൺ ഈ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് അതിൽ സ്റ്റക്കാണ്. അപ്പോൾ ഈ പേഴ്സൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറേ ട്രൈ ചെയ്തിട്ട് ഒന്നും നടക്കാതെ അപ്പോൾ അത് സറണ്ടർ ചെയ്തു. നമ്മൾ നമ്മളുടെ ജീവിതം കൺട്രോൾ ചെയ്യാൻ പോകുമ്പോഴാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അത് നമ്മൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യണം. ഓക്കെ, ഞാൻ ചെയ്യാനുള്ള ചെയ്ത്, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാം ഒരു പസില് ആവുന്ന പോലെ എല്ലാം കറക്റ്റായിട്ട് വന്ന് വീഴും. അങ്ങനെയാണ്. അപ്പോൾ ഈ പേഴ്സൺ അങ്ങനെ ചെയ്ത ഒരാളാണ്. ഈ പേഴ്സൺ എന്തോ ആഗ്രഹിച്ചു വല്ലാണ്ട്, അതിനുവേണ്ടി കുറേ പരിശ്രമിച്ചു, ഒന്നും നടന്നില്ല. അപ്പോൾ അത് സറണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാം നടക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കർമ്മഫലം കാണിച്ചത്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ ലൈഫിലും കർമ്മഫലം, നിങ്ങൾ രണ്ടുപേരും അപ്പോൾ കാർമിക് സിറ്റുവേഷനോ സോൾമേറ്റ് കണക്ഷനോ ട്വിൻ ഫ്ലെയിം കണക്ഷനോ എന്തോ ആണ് കേട്ടോ. നോക്കാം നമുക്ക് ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. പേഴ്സൺ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. പേജ് ഓഫ് വാൻഡ്സ്, ഇൻസ്പിറേഷൻ. ഈ പേഴ്സണിൻ്റെ കുട്ടിയെക്കുറിച്ചാണോ വൈഫിനെ കുറിച്ചാണോ അതോ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചാണോ ഈ പേഴ്സണിൻ്റെ ടെൻഷനിൽ അറിയില്ല. ഈ പേഴ്സൺ ഭയങ്കര ടെൻഷനിലാണ്.
കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ആ പേഴ്സൺ ആരോടോ സംസാരിക്കണം. അപ്പോൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലാണോ, നിങ്ങൾ കൊളീഗ്സ് ആണോ, ഈ പേഴ്സൻ്റെ ഫാമിലിയിലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ഭാര്യയും മകനും ഭയങ്കര പ്രശ്നമാണ് ഈ പേഴ്സൻ്റെ, അല്ലെങ്കിൽ ഭർത്താവും മകളും, അല്ലെങ്കിൽ ആരാണ്, എന്താ സിറ്റുവേഷൻ വെച്ചാൽ അതുപോലെ എടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹമുണ്ട്. മനസ്സിലായി? അപ്പോൾ ഈ പേഴ്സൺ ചെയ്തു വെച്ച പ്രശ്നങ്ങളുടെ ഒരു ഇവരെ ചിലപ്പോൾ പേഴ്സൻ്റെ വൈഫിനെ ഈ പേഴ്സൺ ആഗ്രഹിച്ച് ചിലപ്പോൾ മറ്റുള്ളവരും തട്ടിയെടുത്തതായിരിക്കാം ഈ റിലേഷൻഷിപ്പ്. അതൊരു പണിയാണ്. അപ്പോൾ ചിലപ്പോൾ പ്രായവ്യത്യാസം ഉണ്ടാവും ഇവർക്ക്. അപ്പോൾ അതിപ്പോൾ ഒരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട് ഈ പേഴ്സണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആരോടെങ്കിലും പറയണം എന്നൊരു ചിന്തയുണ്ട് ഈ പേഴ്സണ്. അപ്പോൾ നിങ്ങളുമായിട്ട് നേരത്തെ പരിചയമുള്ളതാണോ ഈ പേഴ്സൺ? അപ്പോൾ നിങ്ങളെ കുഴിയിലാക്കിയ ആളാണോ നേരത്തെ? തിരിച്ചു വരുന്നതാണോ ഗിൽറ്റി കോൺഷ്യസ് ആയിട്ട്? ഇതെന്തോ ഒരു കാർമിക് സിറ്റുവേഷൻ പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതാണ് ഈ പേഴ്സൻ്റെ ലൈഫിലെ സിറ്റുവേഷൻ. ഇനി ഇവിടെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണ് പണനഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പ് തീർന്നപ്പോൾ ഇവരെല്ലാം കൂടി ഈ പേഴ്സൻ്റെ ലൈഫ് സമ്പാദ്യമെല്ലാം അടിച്ചെടുത്തു. എന്നിട്ട് ഈ പേഴ്സണെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങളുടെ എക്സ് വല്ലതും ആണോ? നിങ്ങളായിട്ട് റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് വേറെ ആർക്കോ വേണ്ടി നിങ്ങൾ ഉപേക്ഷിച്ച് പോയത്. അപ്പോൾ ഈ പേഴ്സൻ്റെ കർമ്മഫലമാണ് വരുന്നത്. നിങ്ങളും ഈ കർമ്മഫലം തന്നെയാണ് അനുഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ ഓക്കെ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം മുഴുവൻ തട്ടിയെടുത്തു അവർ. റിലേഷൻഷിപ്പും വേണ്ടാന്ന് വെച്ചു കേട്ടോ. 9 ഓഫ് സ്വേർഡ്സ് എന്നത് 10 ഓഫ് സ്വേർഡ്സിലേക്ക് മാറി. അപ്പോൾ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി. വളരെ പെയിൻഫുള്ളായ സിറ്റുവേഷൻ ആയിരുന്നു. അത് അവസാനിച്ചു എന്നാണ് പേഴ്സൻ്റെ ലൈഫിൽ, അത് അവസാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളിൽ നിന്ന് എന്താണ് ഇവർക്ക് വേണ്ടത്? വേൾഡ് കാർഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്കൊരു പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവരെ ഫോറിനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. ഒരു ഓഫർ. അപ്പോൾ ഇവർ ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണമെന്നും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫറും കൊണ്ടിട്ടാണ് ഇവർ വരുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇവർ എബ്രോഡ് ആയിരിക്കാം, നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിരിക്കും വരുന്നത്. പ്രായശ്ചിത്തമായിട്ട് നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ടാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾക്കൊരു ഓഫറും കൊണ്ടാണ് ഈ പേഴ്സൺ വരുന്നത് കേട്ടോ. എന്താണ് ഔട്ട്കം വരാൻ പോകുന്നത്? ഒരു ബാലൻസ് ഉണ്ടാവുന്നു റിലേഷൻഷിപ്പിൽ. ടെമ്പറൻസ്, അപ്രൈറ്റ്, ബാലൻസ് കൊണ്ടുവരും. അപ്പോൾ നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ ആണല്ലോ ഇത്. അവർക്കും കർമ്മഫലമാണ് അവരനുഭവിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് അവർ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബാലൻസ് ആണ് എന്താ പറയുക, ഒരു ബാലൻസ് കണ്ടെത്തും നിങ്ങളുടെ ലൈഫിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും മീൻസ് അത് ഈക്വലൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവരുടെ സഹായം എടുക്കുക. ഇവർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യല്ല. തെറ്റ് ചെയ്തതിന് പ്രായശ്ചിത്തമായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവർ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവരുടെ സഹായം എടുക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു കർമ്മഫലം നിങ്ങളുടെ ഈ ലൈഫിൽ തന്നെ, നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള കർമ്മഫലം ഈ ലൈഫിൽ തന്നെ തീരും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടെ നിങ്ങളുടെ കർമ്മ പ്രശ്നങ്ങളെല്ലാം മാറും. അതിനെ നിങ്ങൾ വളരെ സമചിത്തതയോടെ അത് ഡീൽ ചെയ്യണം. ഹെൽപ്പ് എടുക്കാം എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ടെമ്പറൻസ്, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ലിബ്ര, ജെമിനി, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, okay, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Pisces, Scorpio. ഇത്രയുമാണ് സോഡിയാക് സൈൻ കണ്ടത്. അപ്പോൾ ഇതാണ് കർമ്മഫലമാണിത് കേട്ടോ. അടുത്തത് ഞാൻ പിങ്ക് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്.
പിങ്കിൻ്റെ ഓവറോൾ എനർജി അല്ല, ഓറക്കിൾ മെസ്സേജ്, പിങ്കിനുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആളുടെ ഉദ്ദേശം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. പിങ്കിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? പിങ്കിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? പിങ്ക് കളർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഡിസ്ട്രോയർ, മേജർ ചേഞ്ച്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ചാണ് ഉണ്ടാക്കാം. അപ്പോൾ ഈ വരുന്ന ആൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ എന്തൊക്കെയോ തകർക്കും, മനസ്സിലായോ? അതോടുകൂടി നിങ്ങളുടെ ലൈഫ് വ്യത്യാസം വരും. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ചേഞ്ചും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തലകുത്തി മറിയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് വരാൻ പോകുന്നത്. ഈ പേഴ്സൺ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ, അടിച്ച് തകർക്കാനാണ് വരുന്നത്. അതുകൂടി പക്ഷേ നിങ്ങൾ പോസിറ്റീവായിട്ട് കാണണം. പോസിറ്റീവായിട്ട് കാണുമ്പോൾ ഇപ്പോൾ ഫ്ലഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, മീൻസ് മഴ പെയ്ത് ഭയങ്കരമായിട്ട് പ്രശ്നമായി, നല്ല മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം വൃത്തിയാവും. ഭയങ്കര ഡിസ്ട്രക്ഷനാണ് ഉണ്ടാവുന്നത്. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഭൂമി എപ്പോഴും, ഭൂമിയിലെ സന്തുലനാവസ്ഥ വ്യത്യാസം വരുമ്പോഴാണ് ഭൂമി പ്രശ്നങ്ങൾ ഉണ്ടാവുക ഭൂമിയിൽ. എന്നിട്ട് അത് പിന്നെ പുതിയൊരു തുടക്കമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടവർ മൊമെൻറ്റിന് അനുസൃതമതി. പിന്നെ ടവറും കണ്ടുകൂടാതെ, ടവർ മൊമെൻറ്റ് കണ്ടോ? അതും അനുസരണമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ഈ പേഴ്സൺ അത് കൊണ്ടുവരാൻ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു ടവർ മൊമെൻ്റ് ആയിരിക്കാം. ഇവരുടെ ഓവറോൾ എനർജി എന്താണ്? 3 കാർഡ്സ് വെച്ചിട്ടാണ് വരുന്നത്. പേജ് ഓഫ് കപ്സ്. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടൊരു ഏറ്റുപറച്ചിലിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ വരുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ആരോട് സംസാരിക്കാതെ ഒതുങ്ങിയ ഒരു സ്ഥലത്താണ് ഇരുന്നിരുന്നത്. ഈ പേഴ്സൺ ഒരു എന്താ പറയുക, സോൾ സെർച്ചിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പേഴ്സൺ. അപ്പോൾ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കുക, അതൊക്കെയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഈ പേഴ്സൺ തിരിച്ചു വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോട് തെറ്റേറ്റു പറയാനാണ് വരാൻ പോകുന്നത്. ഓക്കെ, കുറച്ചൊരു സൈക്കോ പ്രശ്നമുള്ള ഒരാളാണോ വരുന്നതെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അത് നല്ല ഉദ്ദേശത്തിലാണോ വരുന്നതെന്ന് ഒരു ഡൗട്ടുണ്ട്. ഓക്കെ, ചിലർ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ കള്ളത്തരം പറയുകയും കള്ളത്തരം ചെയ്യുകയും ട്രാപ്പ് ചെയ്യാൻ നോക്കുകയും ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ടല്ലോ, അതുപോലത്തെ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. എന്തായാലും ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവരെന്തോ ഒരു പ്രതികാരത്തിന് വെയിറ്റ് ചെയ്യണം. ഇവരെന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്തോ ഒരു പ്ലാനിങ്ങിലാണ് ഇവർ. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള പ്ലാനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ കാത്തിരിക്കുകയാണ്. എല്ലാ കാര്യവും പ്ലാനിങ്ങിൽ അത് സെറ്റ് പ്ലാൻ ചെയ്തു. അതെല്ലാം ഇനി മോഷൻ, ഇതൊക്കെ ആക്ഷൻ വരണമല്ലോ. പ്ലാനിങ് ഒരു സ്ഥലത്ത് പ്ലാനിങ് ചെയ്ത് എല്ലാം പ്ലാനിങ് പെർഫെക്റ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ആക്ഷൻ എടുക്കുക. അപ്പോൾ അത് ചെയിനായിട്ട് വളരെ പതുക്കെ അത് ആക്ഷൻ ഓരോന്നായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ ഉദ്ദേശം അതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആരോ ഇവർക്ക് ഫിനാൻഷ്യൽ സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഫിനാൻഷ്യൽ സഹായമാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളാണ് ഇവർക്ക് ഫിനാൻഷ്യൽ സഹായം കൊടുക്കുന്നത്, അതോ വേറെ ആരോ ഇവർക്ക് ഫിനാൻഷ്യൽ സഹായം കൊടുക്കുന്നുണ്ട്? അപ്പോൾ ഇവർക്ക് സഹായം കിട്ടിക്കഴിഞ്ഞാൽ, പണം കിട്ടിയാൽ മാത്രമേ
അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നാണ് ഇവരുടെ മനസ്സിൽ അവർ ഭയങ്കര സ്പീഡായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ഇവിടെ നിന്നൊരു ഫിനാൻഷ്യൽ സഹായം ഇവർക്ക് കിട്ടാനുണ്ട്. അതുവരെ ഇവർ റെസ്റ്റിങ്ങിലാണ്. അപ്പോൾ ഈ പേഴ്സൺ സ്വയം ജോലി എടുത്ത് ഒരു കാര്യം ചെയ്യാത്ത ആളാണ്, മറ്റുള്ളവരുടെ സഹായത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങളാണോ ഈ പേഴ്സണ് പൈസ കൊടുക്കാനുള്ളത്? ഈ പേഴ്സൺ എവിടെയോ പോയി, നിങ്ങളോട് പറയാതെ പോയതാണോ പറഞ്ഞിട്ട് പോയതാണോ, എവിടെയോ പോയി പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരണമെങ്കിൽ ട്രെയിനിന് പൈസയില്ല, ഫ്ലൈറ്റിന് പൈസയില്ല, അങ്ങനെ. അപ്പോൾ തോന്നിയ പോലെ ഇറങ്ങി പോകുന്ന ഒരാളാണ്. തിരിച്ചു വരാനായിട്ട് ആ പേഴ്സണിൻ്റെ അടുത്ത് പൈസയില്ല, നിങ്ങൾ അയച്ചു കൊടുക്കണം. നിങ്ങളാണോ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ എനർജിയാണ്. ജെൻഡർ അല്ല ഞാൻ നോക്കുന്നത്, ഫീമെയിൽ എനർജിയാണ്. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോലി എടുത്ത് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു എനർജിയാണത്. അപ്പോൾ ഇവരുടെ അടുത്ത് നിങ്ങളാണോ വേറെ ആരെങ്കിലും ആണോ എന്നറിയില്ല, നിങ്ങളുടെ അടുത്തുള്ള പൈസ കിട്ടിയിട്ട് വേണം ഈ പേഴ്സൺ തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ആളായിരിക്കും, വേണ്ടാന്ന് വെച്ച് പോയാൽ. പക്ഷേ തിരിച്ചു വരണം എന്നൊരു തോന്നൽ ഈ പേഴ്സൺ. തിരിച്ചു വരണമെങ്കിലോ നിങ്ങളുടെ സഹായം കൊണ്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഇതൊരു ഡിസ്ട്രോയർ ആണ് ഈ വരുന്നത് കേട്ടോ. അത് ഓർത്തോണം നിങ്ങൾ. ഇവർ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വെയിറ്റിങ്ങിലാണ് ഈ പേഴ്സൺ. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ബാലൻസ്, ഡെവൽ എനർജി കണ്ടോ, ഡിസ്ട്രക്ഷൻ ആണ്. നിങ്ങൾ പൈസ നല്ലോണം ഉണ്ടാക്കുന്ന ആളാണ്. ഇവിടെ ഹസ്ബൻഡും വൈഫുമാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് കൊണ്ട് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണോ? ഓക്കെ. അപ്പോൾ ഇറങ്ങി പോകുന്ന ഹസ്ബൻഡാണോ? ഇത്തിരി ഉഴപ്പുള്ള ഹസ്ബൻഡാണോ? ഇതൊരു ഡെവൽ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ ഉള്ളത്, ചീട്ടുകളി, അങ്ങനെയുള്ള വെള്ളമടി, അങ്ങനെയുള്ള പല പരിപാടികളുള്ള ആളാണ്. പൈസ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് തന്നെ ചിലവാക്കുന്ന ഒരാൾ, നല്ലോണം വെള്ളം അടിക്കുന്ന ആളാണിത്. അതാണ് ഇവിടെ 9 ഓഫ് കപ്സ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ബാലൻസ് കൊണ്ടുവരണം. ഇതൊരു റീഹാബിൽ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ കൊണ്ട് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ പറയുന്നത് അവരുടെ ചീത്ത സ്വഭാവങ്ങളെല്ലാം മാറി എന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാം കറക്റ്റായി എന്നാണ് പറയുന്നത്. തിരിച്ച് നിങ്ങളുടെ അടുത്ത് ലൈഫിലേക്ക് വന്ന് പിന്നെയും നിങ്ങളുടെ അടുത്ത് പൈസ കിട്ടും. അപ്പോൾ കടം കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലോണം കേട്ടോ. ഈ പേഴ്സൺ നല്ലോണം കടം കയറിയിട്ടുണ്ട് വെള്ളമടി കൊണ്ട്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ച് വന്നാലും ഇതുപോലെ തന്നെ വെള്ളമടിക്കാനാണ് പ്ലാൻ. നിങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തള്ളി പറയാൻ പറ്റില്ല. എന്തൊക്കെ സിറ്റുവേഷനിൽ പോയാലും നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പേഴ്സണെ സഹായിക്കും. ഹസ്ബൻഡായി പോയില്ലേ, കുട്ടികളുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പേഴ്സൺ വരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്കം എന്താണ് വരാൻ പോകുന്നത്? ഇത് നല്ലോണം വെള്ളമടിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ എവിടെയോ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ദൂരെ എവിടെയോ കൊണ്ടാക്കിയേക്കാണ്. തിരിച്ച് വരാൻ പ്ലാൻ ഉണ്ട്. ഈ പേഴ്സൺ മൊത്തം കപ്പുകളാണ്. നോക്ക്, ഇവിടെ നിന്ന് ഒരു കപ്പിൽ നിന്ന് ഒരു കപ്പിലേക്ക് ഇത് കപ്പാണ്. ഇത് മൊത്തം 9 കപ്പുകളാണ്. ഭയങ്കര വെള്ളമടി. തിരിച്ച് വരുന്നതും വെള്ളമടിക്കാൻ തന്നെയാണ്. അപ്പോൾ പക്ഷേ പേഴ്സൺ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് കൺട്രോൾ ചെയ്തിട്ടാണ് വെള്ളമടിക്കാൻ പോകുന്നത്. ഞാൻ അങ്ങനെ പണ്ടത്തെ പോലെ ഭയങ്കര മുഴുക്കുടിയനായിട്ടോ മുഴുക്കുടിയ സ്ത്രീ ആയോ മാറുന്നില്ല. ഡ്രഗ് അഡിക്ഷൻ ഒന്നും എനിക്ക് ഉണ്ടാവില്ല, എല്ലാം ഞാൻ നിർത്തി. പക്ഷെ കുറേശ്ശെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഡിസ്ട്രോയർ ആണെന്ന് പറഞ്ഞത്. പിന്നെയും നിങ്ങൾ സമാധാനത്തിലിരുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് പിന്നെയും ഈ പേഴ്സൺ എവിടെയോ കൊണ്ടാക്കിയപ്പോൾ നിങ്ങൾ വിചാരിച്ചു ശരിയായെന്ന്. നിങ്ങൾ പിന്നെയും കോൺട്രിബ്യൂട്ട് ചെയ്യും ഈ പേഴ്സൺ കണ്ടോ. പിന്നെയും നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കേൾക്കാണ്ട് പിന്നെയും നിങ്ങൾ ഈ പേഴ്സണെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുത്തിട്ട് പിന്നെയും നിങ്ങൾ ഈ കഷ്ടപ്പാടിലേക്കാണ് പോകാൻ പോകുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതിന് ചെവി കൊടുക്കില്ല. ഈ പേഴ്സണാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ് ഈ പേഴ്സണ്. അപ്പോൾ പക്ഷേ അതൊരു ഡിസ്ട്രോയർ ആണ്. അപ്പോൾ ഇതാണ് ഈ ഡിസ്ട്രോയറിൻ്റെ ഇത് കാണിച്ചത് കൊണ്ടാണ് ഡിസ്ട്രോയർ കണ്ട. അപ്പോൾ ഇതാണ് ഡിസ്ട്രക്ഷന് വേണ്ടി വരുന്ന ഒരാളാണ്. ആ പേഴ്സൺ സാധുവായിരിക്കാം, നല്ല മനസ്സുള്ള ആളായിരിക്കാം. പക്ഷേ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിശാച് പോലെ ചെകുത്താനെ പോലെ ആവുന്ന ഒരു മനുഷ്യൻ, സ്ത്രീയോ പുരുഷനോ, മനസ്സിലായോ? ഉപദ്രവിക്കുന്ന, സാധനങ്ങൾ നശിപ്പിക്കുന്ന, തള്ളി പറയുന്ന, വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറും. പോസിറ്റീവായ ഒരാളാണ്, പക്ഷെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ചെകുത്താൻ്റെ കൺട്രോളിൽ പോകുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ പക്ഷേ എന്നാലും ഈ പേഴ്സണെ തിരിച്ച് സ്വീകരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതാണ് ഡിസ്ട്രോയർ എന്ന് പറഞ്ഞ് കാണിച്ചത് ഓറക്കിൾ മെസ്സേജിൽ. അപ്പോൾ ഇതാണ് ഫൈനൽ റീഡിംഗ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സാജിറ്റേറിയസ്, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Pisces, Virgo. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് കണ്ടത് കേട്ടോ. ഇതാണ് റീഡിംഗ്. ബൈ ബൈ.